MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കൂന്തൽ കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഞാനൊരു 500 ഗ്രാം കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഈ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഇപ്പോൾ കൂന്തൽ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ കൂന്തൽ റോസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും 15 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞതും ചേർക്കാം. രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഒരൽപ്പം ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റാം. ഉള്ളി നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി കൂന്തലിലേക്ക് മസാലയൊക്കെ പിടിക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി വറ്റി വരണം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർക്കാം. ഇപ്പോൾ വെള്ളം നന്നായി വറ്റി മസാലയൊക്കെ കൂന്തലിലേക്ക് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കൂന്തൽ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ഗ്രേവിയോട് കൂടിയ നല്ല തിക്കായ ഒരു കൂന്തൽ റോസ്റ്റാണിത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.